2022 ഡിസംബർ മാസം 23-ാം തീയതി ഇറങ്ങിയ IRDAയുടെ 2021-22 സാമ്പത്തിക വർഷത്തിലെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 100% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഏക ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് കെയർ ഹെൽത്ത്. അവരുടെ കെയർ സുപ്രീം എന്ന പുതിയ ഒരു പോളിസിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഈ പോളിസിയുടെ ഇതേ ബെനിഫിറ്റോട് കൂടിയ മറ്റ് കമ്പനികളുടെ പ്ലാനുകളേക്കാൾ പ്രീമിയം കുറവാണ് ഈ പോളിസിക്ക്. ഉദാഹരണത്തിന് ഞാൻ തന്നെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്റ്റാർ ഹെൽത്ത് അഷ്വർ എന്ന പ്ലാനിൻ്റെ പ്രീമിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2000 രൂപ മുതൽ 5000 രൂപ വരെ ഈ പോളിസിക്ക് പ്രീമിയം കുറവാണ്. സ്റ്റാർ ഹെൽത്ത് അഷ്വർ പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ നൽകുന്നുണ്ട്. ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ നമുക്കൊരു ഫാമിലിയുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തു തന്നെ നോക്കാം. 40 വയസ്സുള്ള അച്ഛൻ, 34 വയസ്സുള്ള അമ്മ, 13ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികൾ ഉള്ള ഒരു കുടുംബമാണ് നമ്മളിന്ന് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. 10 ലക്ഷം രൂപയുടെ സം ഇൻഷ്യൂർഡിന് അവർക്ക് എത്രയാണ് പ്രീമിയം വരിക എന്ന് നോക്കാം. സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന പോളിസിയിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലക്കാരാണെങ്കിൽ ബി സോൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അതിൻ്റെ പ്രീമിയം സ്വല്പം കൂടുതലാണ്. ഈ 2 ജില്ലക്കാർക്കുമുള്ള പ്രീമിയം GST അടക്കം 29,319 രൂപയാണ്. ബാക്കി കേരളത്തിലെ മൊത്തം പ്രദേശങ്ങളിലുള്ളവർക്ക് വരുന്ന പ്രീമിയം 26,323 രൂപയുമാണ്. അതേസമയം ഇതേ ഫാമിലിക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കെയർ ഹെൽത്തിൻ്റെ കെയർ സുപ്രീമാണ് എടുക്കുന്നതെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും 10 ലക്ഷം രൂപ സം ഇൻഷ്യൂർഡിന് വരുന്ന പ്രീമിയം ഏകദേശം 17,465 രൂപ മാത്രമാണ്. എനിക്കാദ്യം വിശ്വസിക്കാനായില്ല. ഞാൻ രണ്ടാമതും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അപ്പോഴും 17,465 രൂപ തന്നെ. പിന്നെയും വിശ്വാസം വരാഞ്ഞിട്ട് കെയർ ഹെൽത്തിൻ്റെ ബ്രാഞ്ച് മാനേജറെ നേരിട്ട് വിളിച്ച് ഈ പ്രീമിയം തന്നെയെന്ന് ഉറപ്പുവരുത്തി. തിരുവനന്തപുരം, എറണാകുളം ജില്ലക്കാർക്ക് 12,000 രൂപയുടെ അടുത്ത് വ്യത്യാസം വരുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്ക് 9,000 രൂപയുടെ വ്യത്യാസം വരുന്നു. നമ്മൾ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രീമിയവും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ. വർഷം തോറും 12,000 രൂപ കുറവ് എന്നത് വലിയ ഒരു സംഖ്യയാണ്. അതുണ്ടെങ്കിൽ 1 കോടി രൂപ കവറേജുള്ള ഒരു ടോപ്പപ്പ് പോളിസി കൂടി നമുക്ക് അഡീഷണലായിട്ട് എടുക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, ടോപ്പപ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൻ്റെ ചാനൽ നോക്കിയാൽ മതി. ടോപ്പപ്പുകളെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. കെയർ ഹെൽത്തിൻ്റെ കെയർ സുപ്രീം എന്ന ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട 5 ഹൈലൈറ്റുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ മറ്റ് കണ്ടീഷനുകൾക്കും പ്രത്യേകതകൾക്കും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ക്ലെയിമിൽ തന്നെ സം ഇൻഷ്യൂർഡിൻ്റെ 600% വരെ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. രണ്ടാമത്തെ ഹൈലൈറ്റ് നമ്മുടെ സം ഇൻഷ്യൂർഡ് അൺലിമിറ്റഡ് ടൈം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. ഒരേ രോഗത്തിന് തന്നെ പിന്നെയും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം എന്നിങ്ങനെയാണ് സം ഇൻഷ്യൂർഡ് ഓപ്ഷൻസ് വരുന്നത്. 4 ഓപ്ഷൻസാണുള്ളത്. മൂന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ കുറച്ച് ദിവസമെങ്കിലും നടക്കുന്ന ശീലം ഉണ്ടാക്കിയെടുത്താൽ റിന്യൂവൽ പ്രീമിയത്തിൽ 30% വരെ ഡിസ്കൗണ്ട് നേടാം. ഇത് എങ്ങനെ ലഭിക്കുമെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നാലാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 100% വരെ സം ഇൻഷ്യൂർഡ് ആംബുലൻസിൻ്റെ ചാർജായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് എയർ ആംബുലൻസ് അടക്കം ഉള്ള എന്തും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാം, നമ്മുടെ മുഴുവൻ സം ഇൻഷ്യൂർഡും ആംബുലൻസ് ചാർജായിട്ട് ചിലവായി കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാൻ തുക കാണില്ലല്ലോ എന്ന്. അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സം ഇൻഷ്യൂർഡിൻ്റെ 6 ഇരട്ടി വരെ നമുക്ക് ഒരു ക്ലെയിമിൽ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷനും ഉണ്ട്. ബാക്കി ചികിത്സകൾക്ക് ഇത് തന്നെ മതിയാകില്ലേ? അഞ്ചാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ടൈം നമുക്ക് ഒരു ജനറൽ ഫിസീഷ്യനുമായിട്ട് ഈ കൺസൾട്ടേഷൻ നടത്താനായിട്ട് ഈ പോളിസിയിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന മെഡിക്കൽ സംബന്ധമായ ചെറിയ സംശയങ്ങൾ പോലും ഒരു ഡോക്ടറുമായിട്ട് നമുക്ക് സംസാരിച്ച് അതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ദൂരീകരിക്കാനായിട്ട് കഴിയും. അതേപോലെ കെയറിൻ്റെ കസ്റ്റമർ ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പുതിയ ഹെൽത്ത് ടിപ്പുകൾ വരാറുണ്ട്. അതേപോലെ വിവിധ ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളുടെ ഗിഫ്റ്റ് കൂപ്പണുകൾ, ഡിസ്കൗണ്ട് കാർഡുകളൊക്കെ ഇതിലൂടെ ലഭിക്കാറുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം റൂം റെൻറ്റ് തന്നെയാണ്. കാരണം റൂം റെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റെല്ലാ ചെലവുകളുടെയും തുകകൾ നിശ്ചയിക്കപ്പെടുക. നേഴ്സിംഗ് ചാർജ്, ഡോക്ടർ ഫീസ് തുടങ്ങിയ എല്ലാ തുകയും നിശ്ചയിക്കുന്നത് റൂമിൻ്റെ കാറ്റഗറി അനുസരിച്ചാണ്. അതുകൊണ്ട് ഏത് റൂമും എടുക്കാൻ കഴിയുന്ന എത്ര വരെ തുക വന്നാലും അത് ലഭിക്കുന്ന ഒരു പോളിസി തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. ഈ പോളിസിയിൽ റൂം റെൻറ്റിന് പരിധിയില്ല. നമ്മുടെ സം ഇൻഷ്യൂർഡ് എത്രയാണോ അത്രയും വരെ നമുക്ക് റൂം റെൻറ്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ICU ചാർജിനും പരിധിയില്ല. ഹോസ്പിറ്റലിലുള്ള മറ്റ് എക്സ്പെൻസുകൾക്കും ലിമിറ്റുകളൊന്നും പറയുന്നില്ല. എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും ഈ പോളിസിയിൽ സം ഇൻഷ്യൂർഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫുഡ് പോലെയുള്ള നോൺ മെഡിക്കൽ ഐറ്റംസ് ഈ പോളിസി കവർ ചെയ്യുന്നില്ല എന്നുകൂടി ഓർത്തിരിക്കണം. അതേപോലെ
ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ തുടങ്ങിയ ചികിത്സകൾക്കും നമുക്ക് ഈ സം ഇൻഷ്യൂർഡ് വരെയും തുക ഉപയോഗിക്കാനായിട്ട് കഴിയും. 24 മണിക്കൂറിൽ കൂടുതൽ കിടത്തി ചികിത്സ വേണ്ടി വരുന്ന എല്ലാ ചികിത്സകൾക്കും, അത് ആയുർവേദത്തിലായാലും ഹോമിയോപ്പതിയിലായാലും യുനാനി, സിദ്ധ പോലുള്ളതിലായാലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. നിലവിൽ അതിന് റീഇംബേഴ്സ്മെൻറ്റ് ഓപ്ഷനാണ് ഉള്ളത്. ഭാവിയിൽ ചിലപ്പോൾ ക്യാഷ്ലെസ്സിലേക്ക് വന്നേക്കാം. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് 60 ദിവസം മുമ്പ് മുതലുള്ള നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് ഈ പോളിസി കവർ ചെയ്യും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നാണ് ഇതിന് പറയുക. നമ്മൾ കാഷ്വാലിറ്റിയിൽ വന്ന് ഒബ്സർവേഷനിൽ ഒരു ദിവസത്തോളം കിടന്നു എന്ന് കരുതുക. അതിനുശേഷം അഡ്മിഷൻ നൽകി വാർഡിലേക്ക് മാറ്റിയാൽ നമുക്ക് മുഴുവൻ ചികിത്സാ ചെലവും ലഭിക്കും. അതുകൂടാതെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്ടറെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിസിൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബില്ലുകളും റിപ്പോർട്ടുകളും അടക്കം ഒറിജിനലായിട്ടുള്ള ബില്ലുകൾ റിപ്പോർട്ടുകളെല്ലാം കമ്പനിക്ക് നൽകുകയാണെങ്കിൽ ആ ചിലവായ തുകയും നിങ്ങൾക്ക് കമ്പനി നൽകും. അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷം 180 ദിവസം അഥവാ 6 മാസം വരെയുള്ള ആ ഹോസ്പിറ്റൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകളും കമ്പനി കവറേജ് തരും. അത് ചിലപ്പോൾ ഫിസിയോതെറാപ്പി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മരുന്ന് മേടിച്ചതായിരിക്കാം, ഡ്രസ്സിങ് ചെയ്തതായിരിക്കാം, ഇല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പ് നടത്തിയതായിട്ടായിരിക്കാം. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ബില്ലുകളും റിസൾട്ടുകളും നമ്മൾ കമ്പനിക്ക് നൽകുകയാണെങ്കിൽ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ പോലെ തന്നെ ഈ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകളും നമുക്ക് കമ്പനി തരും. ഇനി ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ വീട്ടിൽ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അത്തരത്തിലുള്ള ചികിത്സയ്ക്കും എത്രയാണോ സം ഇൻഷ്യൂർഡ് അത്രയും വരെ ക്ലെയിം ചെയ്യാനായിട്ട് ഈ പോളിസി അനുവദിക്കുന്നുണ്ട്. അതുപോലെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നമ്മുടെ ചികിത്സാ ചെലവ് മാത്രമല്ല, നമുക്ക് ഓർഗൻ അഥവാ അവയവം നൽകുന്ന ആളുടെ ചികിത്സാ ചെലവുകളും ഈ പോളിസിയിൽ കവർ ചെയ്യും. ഇനി പോളിസിയിലെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടുന്ന വെൽനസ് ഡിസ്കൗണ്ട് അല്ലാതെ കുറച്ച് വേറെ വഴികൾ കൂടിയുണ്ട്. 3 വർഷത്തെ പോളിസി നമുക്ക് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 7.5%, മൂന്നാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 10% പ്രീമിയം ഡിസ്കൗണ്ട് കൂടി ലഭിക്കും നമുക്ക്. അതേപോലെ തന്നെ ബലൂൺ സീനോപ്ലാസ്റ്റി, അതേപോലെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, ഓറൽ കീമോതെറാപ്പി, ഇമ്മ്യൂണോ സർജറി തുടങ്ങിയ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾക്കും ഈ പോളിസി 100% വരെയും കവറേജ് തരുന്നുണ്ട്. സം ഇൻഷ്യൂർഡ് വരെയും നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. ഇനി 90 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 100 വയസ്സ് വരെയുള്ള മുതിർന്നവർക്കും ഈ പോളിസിയിൽ അംഗമാകാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പോളിസിയിൽ ചേരുന്നതിന് ഏജ് ലിമിറ്റ് ബാധകമല്ല. പക്ഷേ 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ പോളിസിയിൽ ചേരുന്നതെങ്കിൽ അവർക്ക് പോളിസിയിൽ ചേരുന്നതിന് മുമ്പായിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് നിർബന്ധമാണ്. മെഡിക്കൽ ടെസ്റ്റിൽ പാസ്സാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 65 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പോളിസി നൽകുക. ഒരിക്കൽ ഈ പോളിസി ഇങ്ങനെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമുക്ക് റിന്യൂ ചെയ്തു പോകാനായിട്ട് കഴിയും. ക്ലെയിം എമൗണ്ട് കൂടിപ്പോയി അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും കമ്പനി നമ്മുടെ പോളിസി ക്യാൻസൽ ചെയ്യില്ല. ഇൻഡിവിജ്വൽ പോളിസി ആയിട്ടും ഫാമിലി ഫ്ലോട്ടർ പോളിസി ആയിട്ടും ഈ പ്ലാൻ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇൻഡിവിജ്വൽ പോളിസി ആയിട്ട് എടുക്കുമ്പോൾ 6 അംഗങ്ങളെ വരെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇതിൽ ഓരോരുത്തർക്കും കവറേജ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫാമിലി ഫ്ലോട്ടറിൽ ഹസ്ബൻഡും വൈഫും 2 കുട്ടികളെയുമാണ്, ഭാര്യയും ഭർത്താവും 2 കുട്ടികളെയുമാണ് ഉൾപ്പെടുത്താനായിട്ട് കഴിയുക. ഈ പോളിസിയിൽ ഭർത്താവും ഭാര്യയും മാത്രമല്ല ലിവിങ് ടുഗദറിനെയും സെയിം സെക്സ് പാർട്ട്ണറിനെയും ഇനി ലീഗലി മാരീഡ് അല്ലാത്ത ഭാര്യയെയും വരെ ഉൾപ്പെടുത്തി പോളിസി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അത്തരത്തിലുള്ള ആളുകൾക്കും ഈ പോളിസി ഉപകരിക്കും. ഇങ്ങനെ ഇതിൽ ഇൻഡിവിജ്വൽ പോളിസി എടുത്താൽ നമുക്ക് നമ്മുടെ പേരൻസിനെയും പേരൻറ്റ് ഇൻലോസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ഉൾപ്പെടുത്തിയും പോളിസി എടുക്കാം. ഫാമിലി ഫ്ലോട്ടർ അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പോളിസിയിൽ നിലവിൽ EMI ഓപ്ഷനുകൾ ലഭ്യമല്ല. വാർഷിക പ്രീമിയം ഒറ്റ തവണയായിട്ട് അടയ്ക്കണം. ശരിക്കും അതുതന്നെയാണ് EMIയേക്കാൾ നല്ലത് എന്നാണ് ഞാൻ പറയുക, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കൂടി. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാലമാണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസും പ്ലാൻ ചെയ്ത് തന്നെ വേണം. നമ്മുടെ മാസവരുമാനത്തിൻ്റെ 5% എല്ലാ മാസവും ഒരു RDയിലേക്ക് മാറ്റിവെച്ചാൽ 4% മുതൽ 6% വരെ പലിശ നൽകുന്ന RDകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമുക്ക് 12 മാസം തികയുമ്പോൾ അതിലുള്ള തുക ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കാനായിട്ട് ചിലവാക്കാം. അതിൽ നമുക്ക് ആദായമായി ലഭിക്കുന്ന പലിശ കൂടി ഉൾപ്പെടുത്തിയാൽ പ്രീമിയം തുക വരും വർഷങ്ങളിൽ സ്വല്പം കൂടിയാൽ പോലും അത് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ മാസവരുമാനം എത്രയും ആവട്ടെ, അതിൻ്റെ ഒരു 5% ഒരു RD പോലെ നീക്കി വെച്ച് നോക്കൂ. പോളിസിയുടെ പ്രീമിയം റിന്യൂവൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ പോളിസിയിലെ ഓപ്ഷണലായിട്ട് നമുക്ക് കുറച്ച് അഡീഷണലായിട്ട് ചേർക്കാൻ കഴിയുന്ന കുറച്ച് നല്ല ബെനിഫിറ്റുകൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇൻസ്റ്റൻറ്റ് കവർ. ഇതിൻ്റെ പ്രത്യേകത നിലവിൽ അസുഖങ്ങളുള്ളവർക്ക് അതിൽ 4 തരം അസുഖങ്ങളാണ് ഇതിൽ ഈ വെയിറ്റിംഗ് പീരീഡ് ബാധകമല്ലാതെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ABCD എന്നാണ് എളുപ്പത്തിന് വേണ്ടി ഞാൻ ചുരുക്കി പറയുക. A എന്ന് പറഞ്ഞാൽ ആസ്മ, B എന്ന് പറഞ്ഞാൽ BP, C എന്ന് പറയുന്നത് കൊളസ്ട്രോൾ, D എന്ന് പറയുന്നത് ഡയബറ്റിക്.
ഇങ്ങനെയുള്ള 4 തരം അസുഖങ്ങൾ ABCD അസുഖങ്ങൾ ഉള്ളവർക്ക് അഡീഷണലായിട്ട് സ്വല്പം പ്രീമിയം കൂടി അടച്ചാൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ക്ലെയിം എടുക്കാനായിട്ട് പറ്റും. ഡയബറ്റിക് ഉള്ളവരിൽ ഇൻസുലിൻ എടുത്തു തുടങ്ങിയവരാണെങ്കിൽ ഈ ഓപ്ഷനിൽ നമുക്ക് പോളിസി എടുക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടിയിട്ട് കെയർ ഫ്രീഡം എന്ന പോളിസി, കെയർ ഹെൽത്തിൻ്റെ തന്നെ ഒരു പോളിസി ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ സ്റ്റാറിൻ്റെ ഡയബറ്റിക് സേഫ് എന്ന് പറയുന്ന പോളിസിയും നമുക്ക് ഇത്തരക്കാർക്ക് എടുക്കാം. നമ്മുടെ നാട്ടിൽ കുട്ടികളെ മാറ്റി നിർത്തിയാൽ ഏകദേശം 50% ആളുകൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഉള്ളവരാണ്. ഇത്തരക്കാർക്ക് ഈ ഒരു ABCD ഓപ്ഷൻ ഉപകാരപ്പെടും. അതുപോലെ മറ്റൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആനുവൽ ഹെൽത്ത് ചെക്കപ്പാണ്. അത് നമ്മൾ സ്വല്പം അഡീഷണൽ പ്രീമിയം അടയ്ക്കുമ്പോൾ നമുക്ക് ഈ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എടുക്കാം. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്യുമുലേറ്റീവ് ബോണസിനെ കുറിച്ച്. 50% വീതം ഓരോ വർഷവും മാക്സിമം 100% വരെ ക്യുമുലേറ്റീവ് ബോണസ് അഡീഷണൽ പ്രീമിയം അടയ്ക്കാതെ തന്നെ നമുക്ക് പോളിസിയുടെ കൂടെ കിട്ടും. ഈ 100% 600% ആക്കാനായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് അഡീഷണൽ പ്രീമിയം അടച്ചാൽ പറ്റും. അഥവാ 6 മടങ്ങ് വരെ അതിനെ ഉയർത്താൻ പറ്റും. ക്ലെയിം ഉണ്ടെങ്കിലും ഈ അഡീഷണലായിട്ട് ലഭിക്കുന്ന ക്യുമുലേറ്റീവ് ബോണസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തുമില്ല. അതും ഒരു ഓപ്ഷണൽ ബെനിഫിറ്റാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇതിനെ വെൽനെസ് ബെനിഫിറ്റ് എന്നാണ് ഞാൻ ഈ പോളിസിയിൽ പേര് പറയുക. 10,000 സ്റ്റെപ്പ് വീതം 270 ദിവസം നടന്നാൽ ഒരു വർഷത്തിൽ നമ്മൾ ആലോചിക്കണം 365 ദിവസമാണുള്ളത്. അതിൽ 270 ദിവസം നടന്നാൽ മതി, ഏകദേശം 100 ദിവസം കുറച്ച് നടന്നാൽ മതി. അത് 10,000 സ്റ്റെപ്പ് വീതം നടന്നാൽ റിന്യൂവൽ പ്രീമിയത്തിൽ 30% ഡിസ്കൗണ്ട് ലഭിക്കും. 240 ദിവസം നടന്നാൽ 20% ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി 180 ദിവസം നടന്നുള്ളെങ്കിൽ 15% ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി ഇതൊന്നും പറ്റിയില്ല, 365 ദിവസമുള്ളതിൽ വെറും 120 ദിവസമെങ്കിലും നമുക്ക് 10,000 സ്റ്റെപ്പ് നടക്കാൻ കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ആരോഗ്യ പോളിസി തരുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലും കെയർ ഹെൽത്ത് ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വശവും അതുതന്നെയാണ്. 18 വയസ്സ് കഴിഞ്ഞ കുടുംബത്തിലുള്ള ഏതൊരാൾക്കും ഈ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. മുതിർന്നവർ തന്നെ വേണമെന്നില്ല, ചെറുപ്പക്കാർക്കും ഇത് ഉപയോഗിക്കാം. ഇനി പോളിസി എടുക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പോളിസിയിലുമുള്ള ഒരു കാര്യം വെയിറ്റിംഗ് പീരീഡാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കാണാപ്പാടമായിരിക്കും. എപ്പോഴും എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അതാണ്. ഈ പോളിസിയിലും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ 30 ദിവസം കഴിഞ്ഞാണ് അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കുക. ആക്സിഡൻറ്റിന് ഈ വെയിറ്റിംഗ് പീരീഡുകളൊന്നും ബാധകമല്ല, അതെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പോളിസി എടുത്ത് അടുത്ത നിമിഷം മുതൽ എല്ലാത്തരം ആക്സിഡൻറ്റുകളും ഈ പോളിസിയും കവർ ചെയ്യും. ഇനി സ്പെസിഫിക് ഡിസീസുകൾക്ക് 24 മാസം അഥവാ 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരിക. ഹെർണിയ, പൈൽസ്, ഫിസ്റ്റുല, കിഡ്നി സ്റ്റോൺ, ENT ഡിസോർഡേഴ്സ്, ആർത്രൈറ്റിസ്, സൈനസൈറ്റിസ്, കാട്രാക്റ്റ്, അതേപോലെ യൂട്രസ് റിമൂവൽ, പോസ്റ്റേറ്റിൻ്റെ സർജറി തുടങ്ങിയ 14 തരം രോഗങ്ങൾ 24 മാസം അഥവാ 2 വർഷം കഴിഞ്ഞാണ് ക്ലെയിം ലഭിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻസ്റ്റാ കവർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ലാത്ത നിലവിൽ അസുഖങ്ങളുള്ള ആളുകൾക്ക് 48 മാസം അഥവാ 4 വർഷത്തിന് ശേഷമാണ് കവറേജ് ലഭിക്കുക. അവരുടെ നിലവിലുള്ള അസുഖത്തിന് മാത്രം കവറേജ് ലഭിക്കുക 48 മാസത്തിന് ശേഷമാണ്. ഇനി ഈ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട കുറവ്, ഈ പോളിസി ന്യൂലി മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഉപകാരമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇത് ഡെലിവറിയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളും കവർ ചെയ്യുന്നില്ല. അതേസമയം ഡെലിവറി കവറേജ് വേണ്ടാത്ത മറ്റ് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കുറഞ്ഞ പ്രീമിയത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് കെയർ സുപ്രീം. ഈ പോളിസി എടുക്കാനും ഈ പോളിസിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഞങ്ങളുടെ ഈ എളിയ പരിശ്രമത്തെ പിന്തുണയ്ക്കുക. ഞങ്ങളെ പിന്തുടരുന്ന എല്ലാവർക്കും 1000 നന്ദിയെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.